Next topic ആണ് non-participatory management. The belief of a non-participatory management system is that it affairs should be managed without the participation of group members involved in the process. ഈ നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിൽ അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളോ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ എല്ലാവരുടെ അംഗങ്ങളായിട്ടുള്ള ടീച്ചേഴ്സിന്റെയും എങ്ങനെ എല്ലാവരുടെയും ഒന്നും ഷെയർ ഹോൾഡേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹിയർ ദ മാനേജ്മെന്റ് സിസ്റ്റം ബിലീവ് ഇൻ എ പവർ ഓവർ സിറ്റുവേഷൻ ആൻഡ് യൂസസ് ഇറ്റ് പവർ പൊസിഷൻ ആൻഡ് അതോറിറ്റി ടു കമ്പൽ ഇൻഡിവിജ്വൽസ് ടു ഡു വാട്ട് ഇറ്റ് ഡീംസ് നെസസറി. ഇവിടെ മാനേജ്മെന്റ് അവരുടെ അധികാരത്തിന്റെ രീതിയാണ് സ്വീകരിക്കുന്നത്. അധികാരം സ്ഥാപനമൊക്കെ ഉപയോഗിച്ച് ആളുകളെ നിർബന്ധിപ്പിച്ചാണ് അവരെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. The authorities in this region believe they are aware of what constitutes a good learning environment and have insight into how the education process can facilitate correct learning. ഇവിടെ അധികാരികള് നല്ല പഠന അന്തരീക്ഷം, എന്താണ് വിദ്യാഭ്യാസം പ്രക്രിയ, എങ്ങനെ നടത്തണം എന്നൊക്കെ അവർക്ക് മാത്രമേ അറിയാവൂ എന്നാണ് കരുതുന്നത്. When a problem arises, the management system decides and instructs the staff on how to proceed. It exercise authoritarian forms of authority. പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നാല് ഈ മാനേജ്മെന്റ് തന്നെയാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അധ്യാപകർക്കോ സ്റ്റാഫിനോ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നവര് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അതിന് പ്രകാരമായിരിക്കും എല്ലാം നടക്കുക. ഇൻ മാനേജ്മെന്റ് വിത്തൗട്ട് പാർട്ടിസിപ്പേഷൻ ലീഡർഷിപ്പ് ഈസ് അതോറിറ്റേറ്റീവ്. This management centralizes decision making. It uses unidimensional communication system. ഈ ടൈപ്പ് ഓഫ് മാനേജ്മെന്റില് എല്ലാത്തിന്റെയും നേതൃത്വം ഒരാളായിരിക്കും വഹിക്കുന്നുണ്ടാവുക. എല്ലാ തീരുമാനങ്ങളും ഒരാളിലായിരിക്കും കേന്ദ്രീകരിച്ചിട്ടുണ്ടാവുക. ഒരു വഴി മാത്രമല്ല, ഒരാളടുത്ത് നിന്ന് കമാൻഡ്സ് വരുന്നു, അത് മറ്റുള്ളവർ ഒബേ ചെയ്യുന്നു, അങ്ങനെയായിരിക്കും. The characteristic of non-participative management is focused on upper class. People involved in the management system are viewed as a member of divinely appointed service and as representative of the ruling class, whereas an educator is viewed as a mere schoolmaster near the bottom of the social hierarchy. So ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാല് ഈ പങ്കാളിത്ത മാനേജ്മെന്റില്, അതായത് നോൺ പാർട്ടിസിപ്പേറ്റ് മാനേജ്മെന്റില് ഉന്നതർ, അതായത് ഒരു ക്ലാസ്സിനെ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും. അധികാരത്തിലുള്ളവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവര് ഭരണകൂടത്തില് പ്രതിനിധികള് എന്ന് അവരാണ് വലിയ ആള് എന്ന് കണക്കാക്കപ്പെടുക. അധ്യാപകരോ മറ്റുള്ള സാമൂഹ്യ നിലയിൽ താഴത്തെ സ്ഥാനത്തിലുള്ള ഒരു സ്കൂൾ മാസ്റ്റർ മാത്രമായിട്ടാണ് കാണപ്പെടുക. അല്ലാതെ അവർക്ക് അവിടെ സ്കൂൾ ടീച്ചേഴ്സിന് ഒരു പവറും ഉണ്ടായിരിക്കില്ല. However, the management system makes recommendations, develop policies, recommends courses and textbook and suggests solution to educational problems. ഇവിടെ ഈ മാനേജ്മെന്റ് സിസ്റ്റത്തില് എല്ലാ പോളിസികളും തയ്യാറാക്കുന്നതും ടെക്സ്റ്റ് ബുക്കുകൾ, ഏത് ടെക്സ്റ്റ് ബുക്കാണ് എടുക്കേണ്ടത്, എന്ത് കോഴ്സാണ്, വിദ്യാഭ്യാസത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാ പരിഹാരം നിർദ്ദേശിക്കുന്നത് അവരുടെ അതോറിറ്റി ആയിരിക്കും. അപ്പൊ ലളിതമായിട്ട് ചുരുക്കി പറയുകയാണെച്ചെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിൽ മാനേജ്മെന്റിനാണ് അധികാരം. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരായിരിക്കും ചെയ്യാം. അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ അതിലൊരു പങ്കും ഉണ്ടാവില്ല. അധ്യാപകർ അവിടെ സാധാരണ ഒരു അധ്യാപകർ മാത്രമായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. നെക്സ്റ്റ്, പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റും നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് നമ്മളിപ്പോ ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സെയിം സംഭവം തന്നെ പോയിന്റ്സ് ആക്കിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ചെയ്യാം. അടുത്തതാണ് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. ആൽബർട്ട്സ് ഡിഫൈൻഡ് മാനേജ്മെന്റ് ആസ് എ പ്രോസസ് ദാറ്റ് എംപ്ലോയ്സ് എ ഫങ്ഷൻ ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, directing, controlling or coordinating, reporting and budgeting human and material resources in order to accomplish predetermined objectives. So ഇവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്ന അവരുടെ പ്രോസസ് എന്താന്ന് വെച്ചാല് അവര് എല്ലാം പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്റ്റാഫ്സിനൊക്കെ റിക്രൂട്ട് ചെയ്ത് എല്ലാം ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് എല്ലാ ബഡ്ജറ്റിങ്ങും ഹ്യൂമൻ റിസോഴ്സ് ആണ് ടീച്ചേഴ്സ്, അങ്ങനെയുള്ള സ്റ്റുഡൻസ് അതൊക്കെ പെടും. മെറ്റീരിയൽ റിസോഴ്സസ് എല്ലാം
പ്രീ ഡിറ്റർമൈൻ ചെയ്തിട്ട് അവര് ഫങ്ഷൻ ചെയ്യും. അതിനു വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത് ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആണ്. Ludo believed that management process components are sequential and sequentially related to the form cycle. Using the acronym POSCCRB, he indicated the sequential components. Modern educational management has expanded the role and responsibilities of manager. അതായത് ഇപ്പോഴത്തെ മാനേജ്മെന്റ് ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കുറെ അധികം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഈ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ല ഗവേൺ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ പൊട്ടൻഷ്യലും എല്ലാം നൽകി അവരുടെ സ്ഥാപനം ഒരു നല്ലൊരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പലതും കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അത് ഒരാൾ ലീഡ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിട്ടാണ് നല്ലൊരു ഇതാക്കി മാറ്റുന്നത്. അതാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻസ്.